നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ഒട്ടേറെ ചർച്ചാ വിഷയമായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വേടൻ. റാപ്പറാണ്, മാത്രമല്ല ഒരു ആക്ടിവിസ്റ്റാണ്, കമ്മ്യൂണിസ്റ്റ് ചിന്തകൻ എന്നൊക്കെയാണ് ഈ വേടൻ സ്വയം വിചാരിച്ചിരിക്കുന്നത്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെ അന്ധമായി വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ഒരു റാപ്പറാണ്. ഈ വേടനെ വലിയ രീതിയിൽ കഴിഞ്ഞ വർഷം നമ്മുടെ LDF സർക്കാർ പിന്താങ്ങിയിരുന്നു. വേടൻ വിവാദത്തിലാകുന്നത് ഇയാളുടെ പക്കൽ നിന്ന് കഞ്ചാവ് പിടിച്ചെടുക്കുന്നു, 10 ലക്ഷം രൂപയോളം പിടിച്ചെടുക്കുന്നു, അതിനുമപ്പുറം ഒരു പുലിപ്പല്ല് പിടിച്ചെടുക്കുന്നു. ഇതോടുകൂടിയാണ് വേടൻ വലിയ രീതിയിൽ വിവാദമാകുന്നത്. മാത്രമല്ല വേടനെതിരെ ഒരു ലൈംഗിക ആരോപണ കേസും വന്നു. ആ കേസിലൊക്കെ സർക്കാർ വലിയ രീതിയിൽ വേടനെ സഹായിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഇത്രയധികം വിവാദമുണ്ടായിട്ടും, അതായത് കഞ്ചാവ് വിൽപ്പനയ്ക്ക് അല്ലെങ്കിൽ കഞ്ചാവ് കൈവശം വച്ചതിന് ഒരു യുവാവിനെ പിടിക്കുന്നു, മദ്യം ആ യുവാവിൻ്റെ ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തുന്നു, അളവിൽ കവിഞ്ഞ മദ്യം, അതോടൊപ്പം തന്നെ പുലിപ്പല്ല്, 10 ലക്ഷം രൂപ, ഇതൊക്കെ കണ്ടെത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിവോടുകൂടി കയ്യോടെ പിടിക്കപ്പെട്ടിട്ടും സർക്കാർ ഈ വേടനെ ന്യായീകരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾ എപ്പോഴും മഹത്വവൽക്കരിച്ച് പറയുകയും അതിനെക്കുറിച്ച് പാട്ടുകൾ എഴുതുകയും അതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നരേന്ദ്രമോദിയെ തെറി വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരു സൗകര്യം വേടന് കിട്ടിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് എല്ലാവിധ സഹായവും കൊടുക്കുന്നത് നമുക്ക് ഒരു കുഴപ്പവുമില്ല. പക്ഷേ കുറ്റവാളിയായാൽ അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്താൽ മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണം. കമ്മ്യൂണിസ്റ്റ് അനുഭാവത്തിൻ്റെ പേരിൽ ഇങ്ങനെ രക്ഷിച്ചെടുക്കരുത്. മാത്രമല്ല ഈ കുറ്റവാളി അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ നിന്നൊക്കെ, ശിക്ഷയിൽ നിന്നൊക്കെ അത്ഭുതപൂർവമായി ഇയാളെ രക്ഷിച്ച് മാറ്റി നിർത്തിയ LDF സർക്കാർ പോകുന്ന പോക്കിൽ മലയാള ചലച്ചിത്രത്തിൽ ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള പുരസ്കാരവും കൂടി കൊടുത്തിട്ടാണ് പോയത്. ഇന്നിപ്പോൾ വേടൻ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഈ വാർത്ത വേടൻ ധരിച്ചിരുന്ന അല്ലെങ്കിൽ വേടൻ്റെ കയ്യിൽ നിന്നും പിടിച്ചെടുത്തിരുന്ന പുലിപ്പല്ല് അത് യഥാർത്ഥ പുലിപ്പല്ല് തന്നെയാണ് എന്ന ശാസ്ത്രീയ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ റിപ്പോർട്ട് പിണറായി വിജയൻ സർക്കാർ ഇരുന്ന സമയത്താണെങ്കിൽ, അധികാരത്തിൽ ഇരുന്ന സമയത്താണ് പുറത്തു വന്നിരുന്നുവെങ്കിൽ അതിൽ നിന്നും വേടൻ രക്ഷപ്പെട്ടു പോകുമായിരുന്നു. പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പിണറായി വിജയനല്ല ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 2 ദിവസത്തിനകം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുക്കാൻ പോകുന്നു. ഈ സാഹചര്യത്തിലാണ് വേടനെ കുരുക്കുന്ന അല്ലെങ്കിൽ വേടന് തിരിച്ചടിയാകുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നത്. ഇത് യഥാർത്ഥ പുലിപ്പല്ലായിരുന്നു എന്ന കാര്യത്തിൽ നേരത്തെ വനം വകുപ്പിന് സംശയമുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ സ്ഥിരീകരിക്കപ്പെട്ട നിലയ്ക്ക് വേടനെ ഈ പുലിപ്പല്ല് എവിടെ നിന്ന് ലഭിച്ചു? ഒരു തമിഴ്നാട് സ്വദേശിയുടെ പേരാണ് വേടൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞത് കള്ളമൊഴിയായിരുന്നു എന്ന് ഏതാണ്ട് വ്യക്തമാണ്. കാരണം വനം വകുപ്പിനോ പോലീസിനോ ഇതുവരെ അങ്ങനെ ഒരാൾ ഈ ഭൂമുഖത്തുണ്ട് എന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഇങ്ങനെയാണ് വേടൻ്റെ കേസ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ വേടൻ കുടുങ്ങും എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. വേടൻ കൈവശം വച്ചിരുന്നത് ഒരു വന്യജീവിയുടെ ശരീരാവശിഷ്ടമാണ്. മാത്രമല്ല ലോകത്തിൽ തന്നെ ഏറ്റവും ജനസംഖ്യ കുറവുള്ള ജീവികളുടെ ഇനത്തിൽപ്പെടുന്ന ഒരു ജീവിയുടെ പല്ലാണ് ഇങ്ങനെ കൈവശം വച്ചിരുന്നത്. അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് വേടൻ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. വേടനെ ഈ രീതിയിൽ കുറ്റകൃത്യങ്ങളിൽ നിന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് അനുഭാവത്തിൻ്റെ പേരിൽ രക്ഷിച്ചെടുക്കാനും അല്ലറ ചില്ലറ സഹായങ്ങൾ ചെയ്യാനും, എന്തിനേറെ പറയുന്നു, ഏറ്റവും ഒടുവിലായി മലയാള സിനിമയുടെ പേരിൽ ഒരു അവാർഡ് പോലും കൊടുക്കാൻ മഹാമനസ്കത കാണിച്ച പിണറായി വിജയൻ ഇത് മാത്രമല്ല ചെയ്തത് എന്നോർക്കണം. അതായത് നമ്മുടെ കേരളത്തിൻ്റെ യുവതലമുറയുടെ ഒരു മോഡലായി, ഒരു ഐക്കണായി, ഒരു റോൾ മോഡലായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് കമ്മ്യൂണിസ്റ്റുകൾ നടത്തിയത്. അതാണ് ഏറ്റവും അധികം അപകടകരം. കുറ്റകൃത്യം, ഗുരുതരമായ കുറ്റകൃത്യം ചെയ്തിട്ടും ലഹരി വസ്തുക്കൾ കൈവശം വച്ചിരിക്കുന്നു, സാമ്പത്തിക കുറ്റകൃത്യം ചെയ്തിരിക്കുന്നു, വന്യജീവിയുടെ പല്ല് കൈവശം വച്ചിരിക്കുന്നു. എന്നിട്ട് പോലും ഈ കുറ്റകൃത്യങ്ങളിൽ മാതൃകാപരമായി ശിക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, സംസ്ഥാനത്തെ സർക്കാരിൻ്റെ പേരിൽ നൽകപ്പെടുന്ന ഒരു പുരസ്കാരം കൂടി നൽകുന്നു. അതോടൊപ്പം കേരളത്തിൻ്റെ ഒരു യുവജനങ്ങളുടെ ഒരു മാതൃകാ പുരുഷനായി അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ഇത് വെറുതെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃതലത്തിൽ മാത്രം നടത്തിയ ഒരു കാര്യമല്ല. താഴെ തട്ടിൽ നടന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യോഗങ്ങളിലെല്ലാം ചോട്ടാ നേതാക്കന്മാരും കുട്ടി സഖാക്കളും വരെ മേടനെ മാതൃകയാക്കണമെന്ന് കൊച്ചു കുട്ടികളുടെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോഴും കുട്ടികളുടെ മനസ്സിലൊരു സംശയമുണ്ട്, ഇത് ആ കഞ്ചാവ് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട ചേട്ടനല്ലേ? ഒരു പെൺകുട്ടിയെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത കേസിൽ പ്രതിയായ ചേട്ടനല്ലേ? പുലിപ്പല്ല് കൈവശം വെച്ച ചേട്ടനല്ലേ? പക്ഷേ സർക്കാർ ഇതിനൊരു മറുപടിയും പറഞ്ഞില്ല. ഇയാളൊരു ശ്രീലങ്കക്കാരനാണെന്നും അമ്മ ശ്രീലങ്കക്കാരനാണെന്നും സമൂഹത്തിലെ ജാതി വ്യവസ്ഥയ്ക്കും
അയിത്തത്തിനും ഹിന്ദുത്വവാദത്തിനും എതിരായിട്ടൊക്കെയുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മഹാകവിയാണ് എന്നുമൊക്കെ വാഴ്ത്തുകയാണ് കേരള സർക്കാർ ചെയ്തത്. പക്ഷേ ഇപ്പോൾ ആ നവോത്ഥാന നായകന് പിടിവീഴുന്ന മട്ടാണ്. വേടന് ഇനി എത്രമാത്രം പിന്തുണ, യുവജനങ്ങളുടെ പിന്തുണ കിട്ടിയാലും, എത്രമാത്രം നവോത്ഥാന നായകനായി അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും ഇനിയിപ്പോൾ വേടന് കൃത്യമായ ശിക്ഷ ലഭിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയാണ് പുറത്തു വന്നത്. അതായത് സർക്കാർ മാറിയതും ഈ ശാസ്ത്രീയ അന്വേഷണ റിപ്പോർട്ട് പോലീസ് പുറത്തുവിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ കൃത്യസമയത്ത് ആ റിപ്പോർട്ട് വന്നിരിക്കുന്നു. വേടനെ ഉടൻ തൂക്കിയെടുത്ത് അകത്തിടാൻ നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശം നൽകിയേക്കും എന്നാണ് സൂചന.